നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റാഖ് കി റസ്സി എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ചാരം, അതാണ് റാഖ് എന്നതുകൊണ്ട് അവിടെ മനസ്സിലാക്കുന്നത്. റസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്. റാഖ് കി റസ്സി, അപ്പം ചാരം കൊണ്ടുള്ള ഒരു കയറ്, അതാണ് ഈ പാഠത്തിന്റെ ഹെഡിങ് തന്നെ. ഇനി കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് കഥയിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലോൻ പൊഗാർ തിബത്ത് കെ 32वें രാജ സൈൻഗവസൈൻ ഗാപ്പോ കെ മന്ത്രി ഥേ. അപ്പൊ ഇവിടെ രണ്ട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നു, ലോൻ പൊഗാറും സൈൻഗവസൈൻ ഗാപ്പോയും. അപ്പോ രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെ ഓൾറെഡി ഇപ്പോ വന്നിട്ടുണ്ട്, നമുക്കറിയാം. അപ്പം അതിൻ്റെ അകത്ത് ലോൻ പൊഗാർ എന്ന് പറയുന്നത് തിബത്ത് കെ 32वें രാജ, 32वें രാജ എന്ന് വെച്ചാൽ 32ാമത്തെ, തിബത്തിലെ 32ാമത്തെ രാജാവായിട്ടുള്ള സൈൻഗവസൈൻ ഗാപ്പോയുടെ മന്ത്രിയാണ് ലോൻ പൊഗാർ. അപ്പൊ നമുക്കിവിടെ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് ഈ കഥയിൽ ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കഥാപാത്രം ലോൻ പൊഗാർ, രണ്ടാമത്തത് സൈൻഗവസൈൻ ഗാപ്പോ. അപ്പോ സൈൻഗവസൈൻ ഗാപ്പയുടെ മന്ത്രിയാണ് ലോൻ പൊഗാർ. അപ്പോ ഈ റാഖ് കി റസ്സി എന്ന ഈ കഥ എത്തരത്തിലുള്ള ഒരു ലേഖനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്, അതായത് ലോക കഥ എന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ഒരു കഥയ്ക്കാണ് നമ്മൾ ലോകകഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേ അപ്പനി ചാലാക്കി ഓർ ഹാസിർ ജവാബി കെ ലിയെ ദൂർ ദൂർ തക് മഷഹൂർ ഹെ. അപ്പോൾ ലോൻ പൊഗാർ എന്ന വ്യക്തി തന്റെ ക്ലെവർനെസ് കൊണ്ട് ആ നഗരമാകെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. കോയി ഉൻകെ സാമ്നെ ടിക്ത നാഥ, അദ്ദേഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു, അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ചൈൻ സെ ജിന്ദഗി ചൽ രഹി തി, ചൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സമാധാനപരമായി ജിന്ദഗി, ഒരു ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മഗർ ജബ് സെ ഉൻക ബേട്ട ബഡാ ഹുവാ ഥ. അപ്പോ അടുത്തൊരു കഥാപാത്രം നമ്മളിവിടെ കടന്നു വരുന്നുണ്ട്, ബേട്ട. ആരുടെ ബേട്ട? ലോൻ പൊഗാർ കാ ബേട്ട. അപ്പോ നമ്മുടെ മൂന്ന് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈൻഗവസൈൻ ഗാപ്പോയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ ലോകകഥയിൽ ഒരു പ്രമുഖ കഥാപാത്രമല്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അവിടെ എഴുതാഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അത്രയും വെച്ച് പ്രമുഖ കഥാപാത്ര രണ്ടുപേര് കടന്നു വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ലോൻ പൊഗാർ, രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മകൻ, അതായത് ലോൻ പൊഗാർ കാ ബേട്ട. ഇത്രയുമാണ് ഈ വായിച്ച അത്രയും നിന്ന് കഥാപാത്രങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് നമ്മുടെ കഥയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഉൻകെ ലിയെ ചിന്താക്ക വിഷയ ബനാ ഹുവാ ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുടെ വിഷയം തന്നെയായിരുന്നു, അദ്ദേഹത്തിന് പ്രശ്നത്തിലാഴ്ത്തുന്ന, ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്തെന്നാൽ കാരൻ യഹ്ത, അപ്പോൾ കാരണവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, അതായത് കാരൻ യഹ്താക്കി വഹ് ബഹുത് ഭോലാ ഥ, അവൻ വളരെ നിഷ്കളങ്കനായിരുന്നു. ഭോല, വളരെ എന്താണ്, വലിയ ക്ലെവർനെസ് ഒന്നുമില്ല, വളരെ ഭോലയായിട്ടുള്ള, പാവപ്പെട്ടവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവൻ. ഹോഷിയാരി ഉസെ ചൂക്കർ ബി നഹീം ഗയി. ഹോഷിയാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമർഥ്യം, അവനെ തൊട്ടുപോലും പോയിട്ടില്ല. ലോൻ പൊഗാറിനെ സോച്ച മേരാ ബേട്ട ബഹുത്ത് സീതാ സാദ, അതായത് അവൻ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ബഹുത്ത് സീതാ സാദ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവൻ. അവൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത കടന്നു വരുന്നു. മേരെ ബാദ് ഇസ്കാ കാം കൈസ ചലേഗ, എന്റെ മരണത്തിന് ശേഷം എങ്ങനെയാണ് ഇവൻ ജീവിക്കുക, അദ്ദേഹം അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി. एक दिन ലോൻ പൊഗാറിനെ അപ്നെ ബേട്ടെ കോ 100 ഭേഡേം ദേത്തെ ഹുവ കഹ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലോൻ പൊഗാർ തന്റെ മകന് 100 ഭേഡേം, 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 100, ഭേഡേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മരിയാടുകൾ, ആ 100 ചെമ്മരിയാടുകളെ നൽകിക്കൊണ്ട് പറയുന്നു, തും ഇൻഹേം ലേക്കർ ഷെഹർ ജാവു, നീ ഇവയുമായിട്ട് നഗരത്തിലേക്ക് പോകൂ. ഷെഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരം, സിറ്റി. മഗർ ഇൻഹേം മാർന യാ ബേചന നഹി, ഇവയെ കൊല്ലുവാനോ വിൽക്കുവാനോ പാടില്ല. മാർന യാ ബേചന നഹി. ഇൻഹേ വാപ്പസ് ലാന സോ ജൗ കെ ബോരോം കെ സാത്ത്, നീ ഇവയെ തിരിച്ചു കൊണ്ടുവരണം. ഇവയെ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ പോരാ, സോ ജൗ കെ ബോരേം, അതായത് 100 ചാക്ക് ധാന്യങ്ങളുമായിട്ട് വേണം നീ തിരിച്ചു വരാൻ. അതായത് നീ സമ്പാദിക്കണം, നീ നഗരത്തിലേക്ക് പോയി
നിനക്ക് ഈ ഭേടയും വെച്ചിട്ട് നിനക്ക് സമ്പാദിക്കാം. ആ സമ്പാദ്യത്തിൽ നിന്ന് നിനക്ക് 100 ചാക്ക് ധാന്യങ്ങളും നീ കൊണ്ടുവരണം. അപ്പൊ ജൗക്കെ ബോരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നെല്ലിന്റെ ഒരു മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ആ ധാന്യവുമായിട്ട് വേണം നീ തിരിച്ചു വരാൻ എന്ന് അവനോട് തന്റെ അച്ഛൻ പറയുന്നു. വർണ്ണ മേ തുമേം ഘർമേം നെഹീം ഘുസ്നെ ദൂങ്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇസ്കെ ബാദ് ഉനോനെ ബേട്ടെ കോ ഷെഹർ കി തരഫ് രവാന കിയ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മകനെ അയാൾ നഗരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ലോൺ പുകാർ കാ ബേട്ട ഷെഹർ പहुंच गया. അപ്പോൾ ലോൺ പുകാറിന്റെ മകൻ നഗരത്തിലേക്ക് എത്തുന്നു. മഗർ ഇത്തനെ ബോരെ ജൗ ഖരീദനെ കെ ലിയെ ഉസ്കെ പാസ് റുപേ ഹി കഹാം തെ. പക്ഷെ അവന്റെ പ്രശ്നം എന്തെന്നാൽ ഇത്രയും ചാക്ക് ധാന്യങ്ങൾ വാങ്ങുവാനുള്ള പൈസ, റുപ്പേ, അവന്റെ പക്കൽ ഇല്ലായിരുന്നു. वह इस समस्या पर सोचने विचारने के लिए सड़क किनारे बैठ गया. അപ്പോൾ ഈ ഒരു പ്രശ്നം, സമസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമസ്യയെ കുറിച്ച്, ഈ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അവൻ ഒരു റോഡിന്റെ സൈഡിൽ ഇരുന്നു. സടക്ക് കിനാരെ ബൈഠ് ഗയ. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേം ഹി നഹി മാ രഹാ താ. ഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനും, അവൻ ഒരു സൊല്യൂഷനും തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു സൊല്യൂഷൻ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. വഹ് ബഹുത് ദുഃഖി ഹുവ, വളരെയധികം ദുഃഖിതനാവുന്നു. തബി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി. അപ്പോഴാണ് ദാ നോക്കൂ, ഒരു പെൺകുട്ടി അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോകകഥയിൽ, ഈ കഥയിലെ അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് ലഡ്കിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കഥാപാത്രത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നു മൂന്നാമത്തെ കഥാപാത്രം ഏക് ലഡ്കി. അപ്പോ 3 കഥാപാത്രങ്ങളായിരിക്കുകയാണ്. ഏക് ലഡ്കി, ഒരു പെൺകുട്ടിയും കൂടെ കടന്നു വരുന്നു. ക്യാ ബാത് ഹെ തും ഇത്തനെ ദുഃഖീം ക്യോ ഹോ. അപ്പോൾ ആ പെൺകുട്ടി അവനോട് ചോദിക്കുകയാണ്, ക്യാ ബാത് ഹെ, എന്താണ് പ്രശ്നം, എന്താണ്, ഇത്തനെ ദുഃഖി ക്യോ ഹോ, എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ലോൻ പുകാർ കെ ബേട്ടേനെ അപ്പന ഹാൽ കഹ് സുനായ. തന്റെ അവസ്ഥ അവൻ ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇസ്മേം ഇത്തന ദുഃഖി ഹോനെ കി ക്യാ ബാത് ഹെ. ആഹാ, ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇത്രയും ചെറിയ കാര്യത്തിന് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. മേ ഇസ്കാ ഹൽ നിക്കാൽ ദേത്തി ഹും. അപ്പൊ ഐ വിൽ ഗീവ് യു എ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം എന്ന പെൺകുട്ടി പറയാണ്, ഞാൻ ഇതിനൊരു സമാധാനം ഞാൻ ഉണ്ടാക്കി തരാം, നീ വിഷമിക്കണ്ട. ഇത്തനാ കഹക്കർ ലഡ്കീനെ ഭേഡോം കെ ബാൽ ഉത്താരേം ഓർ ഉൻഹേം ബാജാർ മേം ബേച്ച് ദിയ. അപ്പോ ഈ ചെമ്മരിയാടുകളുടെ ബാൽ, അതിന്റെ മുടി, ഹെയർ എടുത്തിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ബാജാർമേം, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ബേച്ച് ദിയ, വിൽക്കുന്നു. എന്നിട്ടോ ജോ റുപ്പയെ മിലെ ഉൻസെ ജൗ കെ 100 ബോരേം ഖരീദ് കർ ഉസ്കെ ഘർ വാപ്പസ് ബേച്ച് ദിയ. അപ്പോ ചെമ്മരിയാടുകളുടെ ആ രോമം വിൽക്കുന്നു. അതിനുശേഷം ആ വിറ്റ പൈസ കൊണ്ട് അവൾ 100 ബോരേം ഖരീദ് കർ, ആ 100 ചാക്ക് ധാന്യങ്ങൾ വാങ്ങിക്കൊടുത്ത് ആ ലോൺ പുകാറിന്റെ മകനെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചയക്കുന്നു. ലോൺ പുകാർ കെ ബേട്ടെ കോ ലഗാ കി ഉസ്കെ പിതാ ബഹുത്ത് ഖുഷ് ഹോംഗെ. തന്റെ അച്ഛൻ വളരെയധികം സന്തോഷവാനാകുമെന്നാണ് അവൻ വിചാരിച്ചത്. മഗർ ഉസ്കി ആപ് ബീതി പർ ഉൻഹോനെ ധ്യാൻ നഹീം ദിയ. അവന്റെ ചിന്തയ്ക്കപ്പുറം പക്ഷെ അവന്റെ അച്ഛൻ അവനെ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. വേ ഉठकर कमरे से बाहर चले गए. दूसरे दिन उन्होंने अपने बेटे को बुलाकर कहा. അപ്പം അവന്റെ അച്ഛൻ അതിൽ സന്തോഷവാനാകുന്നില്ല, മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം വീണ്ടും അവനെ വിളിച്ചിട്ട് പറയുന്നു, പിछली बार भेड़ों के बाल उतारकर बेचना मुझे जरा भी पसंद नहीं आया. കഴിഞ്ഞ തവണ നീ ഇങ്ങനെ അവയുടെ എന്താണ് ബാല് ഉത്താർക്കർ ബേച്ചന മുജെ പസന്ത് നഹീം ആയ, അതിന്റെ മുടി എടുത്ത് നീ വിറ്റത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അബ് തും ദുബാര ഉൻഹീം ഭേഡോം കോ ലേക്കർ ജാവോ. നീ രണ്ടാമത് വീണ്ടും അതേ ചെമ്മരിയാടുകളുമായി പോകൂ. ഉൻകെ സാത്ത് ജൗ കെ 100 ബോരേം ലേക്കർ ഹി ലൗട്ട്ന. ഇത്തവണ നീ എന്ത് ചെയ്യണം, തിരിച്ചു വരുമ്പോ 100 ചാക്ക് ധാന്യങ്ങൾ വീണ്ടും നീ കൊണ്ടുവരണം. एक बार फिर नाराश लोन पुकार का बेटा शहर में उसी जगह जा बैठा. അപ്പൊ വീണ്ടും നിരാശനായിട്ടുള്ള ലോൺ പുകാർ കാ ബേട്ട, നിരാശനായിട്ടുള്ള ലോൺ പുകാറിന്റെ ബേട്ട നഗരത്തിലേക്ക് പോകുന്നു. ഷെഹർ മേം ഉസീ ജഗഹ് ജാ ബേട്ട, അതേ സ്ഥലത്ത് പോയി വീണ്ടും ഇരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും, ആ പെൺകുട്ടിയെ കാണാൻ സാധിക്കുമോ വീണ്ടും.
പെൺകുട്ടി എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഉസേ യക്കീൻ था कि वह लड़की उसकी मदद के लिए जरूर आएगी. അതാണ് ഇവിടെ പറയുന്നത്. ആ പെൺകുട്ടി അവനെ സഹായിക്കുവാൻ വരുമെന്ന് അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. और हुआ भी कुछ ऐसा ही. അതുപോലെ തന്നെ സംഭവിച്ചു. वह लड़की आई. ആ പെൺകുട്ടി വരുന്നു. उससे उसने अपनी मुश्किल कह सुनाई. വീണ്ടും തന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. अब तो बिना जौ के 100 बोरे के मेरे पिता मुझे घर में नहीं घुसने देंगे. ഇത്തവണ 100 ചാക്ക് ധാന്യങ്ങളുമായി ചെന്നില്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് കയറ്റില്ല. ലടുക്കി സോച്ചിക്കർ പോലി. പെൺകുട്ടി ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, ഏക്ക് തരീക്ക ഹെ. ഒരു വഴിയുണ്ട്, നീ വിഷമിക്കണ്ട, ഒരു വഴിയുണ്ട്. ഉസ്നെ ഭേഡോം കെ സീങ് കാട്ടില്ലേ. അപ്പോൾ ഇത്തവണ പെൺകുട്ടി എന്ത് ചെയ്തു? ആ ചെമ്മരിയാടുകളുടെ കൊമ്പുകൾ മുറിക്കുകയാണ്. സീങ്, അതിന്റെ കൊമ്പുകൾ മുറിക്കുന്നു. എന്നിട്ടോ ഉൻഹെ ബേച്ച്കർ ജോ റുപേ മിലെ ഉൻസെ 100 ജൗ ബോരെ ഖരീദെ. അപ്പൊ അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് വീണ്ടും 100 ചാക്ക് ധാന്യങ്ങൾ വാങ്ങിക്കുന്നു. ബോരെ ലോൻ പുകാർ കെ ബേട്ടെ കോ സൗംപ് പർ ലഡ്കീനെ ഉസ്സെ ഘർ ഭേജ് ദിയ. വീണ്ടും പഴയതുപോലെ തന്നെ ആ പൈസയും അത് വാങ്ങിക്കാനുള്ള പൈസയും എല്ലാം നൽകിക്കൊണ്ട് അവന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ട് ആ പെൺകുട്ടി അവനെ വീണ്ടും ഗ്രാമത്തിലേക്ക് അയക്കുന്നു. സെക്കൻഡ് ടൈം വീണ്ടും അതുപോലെ ചെയ്യുന്നു. भेड़े मोर जौ के बोरे पिता के हवाले करते हुए ലോൺ പകാർ കാ ബേട്ട ഖുഷ് था. അപ്പോൾ ഇത്തവണ ചെമ്മരിയാടുകളെയും ആ 100 ചാക്ക് ധാന്യങ്ങളും എല്ലാം പിതാക്കെ ഹവാല, തന്റെ അച്ഛന്റെ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് വളരെ സന്തുഷ്ടനാണ് ലോൺ പകാർ കാ ബേട്ട, ആ മകൻ. ഉസ്നെ വിജയ് ഭാവ് സെ സാരി കഹാനി സുനായി. താൻ ഒരു വിജയ് ഭാവത്തോടെ കൂടെ നിന്നുകൊണ്ട് പറയുകയാണ്, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, നോക്കൂ, ഇതാ 100 ചാക്ക് ധാന്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ടോ എല്ലാ കഹാനിയും, എല്ലാ കഥയും അച്ഛനോട് പറയുന്നു. ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പോയി, ഒരു പെൺകുട്ടീനെ കണ്ടു, അവൾ ഇങ്ങനെ ഉപായം പറഞ്ഞു തന്നു, അതനുസരിച്ച് ഞാൻ ചെയ്തു എന്നെല്ലാം കഥകളെല്ലാം അച്ഛനോട് പറയുന്നു. സുനിക്കർ ലോൻ പൊകാർ ബോല. ഇവയെല്ലാം കേട്ടിട്ട് ലോൻ പൊകാർ പറയുന്നു, ഉസ് ലഡ്കി സെ കഹോ കി ഹമേം 9 ഹാത്ത് ലംബി രാഖ് കി രസ്സി ബനാകർ ദേ. നീ ആ പെൺകുട്ടിയോട് പറയൂ, എനിക്ക് 9 കൈയുടെ നീളമുള്ള രാഖ് കി രസ്സി ബനാകർ ദേ, ചാരം കൊണ്ടുള്ള ഒരു കയറ് നിർമ്മിച്ചു നൽകുവാൻ പറയുകയാണ് ലോൻ പൊകാർ. ഉൻകെ ബേട്ടനെ ലഡ്കി കെ പാസ് ജാക്കർ പിതാ കാ സന്ദേശ് ദോഹരാ ദിയ. ആ സന്ദേശം, അച്ഛൻ പറഞ്ഞ സന്ദേശം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവൻ ആ പെൺകുട്ടിയോട് പോയി പറയുന്നു. ലഡ്കീനെ ഏക്ക് ഷർത്ത് രഖി. ഷർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ചെയ്തു. അപ്പൊ പെൺകുട്ടി ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയാണ്. मैं रस्सी बना तो दूंगी मगर तुम्हारे पिता को वह गले में पहननी होगी. ഞാൻ കയറൊക്കെ നിർമ്മിച്ചു തരാം, പക്ഷേ നിന്റെ അച്ഛൻ അത് കഴുത്തിൽ അണിയണം എന്ന പെൺകുട്ടി ഒരു ഡിമാൻഡ് വെക്കുന്നു. ലോൻ പകാറിനെ സോച്ച ऐसी रस्सी बनाना ही असंभव है इसलिए लड़की की शर्त मंजूर कर ली. അപ്പോൾ ലോൻ പകാർ ചിന്തിച്ചെന്താ, ഇവൾ അങ്ങനത്തെ ചാരം കൊണ്ടൊരു കയർ ഉണ്ടാക്കാനോ, ഒരിക്കലും നടക്കാത്ത കാര്യം. അപ്പോ അത് ഓർത്തപ്പോൾ തന്നെ ലോൻ പകാർ അതിന് സമ്മതിക്കുന്നു. ഇവൾക്ക് അങ്ങനെ ഒരു കയർ നിർമ്മിക്കാനേ സാധിക്കില്ല, പിന്നെയല്ലേ കഴുത്തിൽ അണിയുന്നത്. ലോൻ പകാർ ആ ഡിമാൻഡ് അംഗീകരിക്കുന്നു. അഗലേ ദിൻ ലഡ്കീനെ 9 ഹാത്ത് ലംബി രസീലി. 9 കൈനീളമുള്ള കയർ നിർമ്മിക്കുന്നു. ഉസേ പത്തർ കെ സീൽ പർ രഖ. തടിയുടെ ഒരു ട്രെയിൽ പോലത്തെ അതിൽ വെക്കുന്നു, തടിയുടെ പുറത്ത് വെക്കുന്നു. എന്നിട്ടോ ഓർ ജലാദിയ. അപ്പൊ അങ്ങനെ ആ കയറ് ഒരു തടിയുടെ ഇതിൽ വെച്ചിട്ട് അവൾക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. രസി ജൽഗൈ, കയറ് കത്തുന്നു. ജലന എന്ന് വെച്ചാൽ എന്താണ്? കത്തുക. അപ്പോ കയർ അവിടെ കത്തി. മഗർ രസി കെ ആകാർ കി രാഖ് ബച്ച് ഗൈ. കയർ എങ്ങനെയാണോ വെച്ചത് ആ ഷേപ്പിൽ തന്നെ കയർ നിന്നങ്ങ് കത്തി. കയറിന്റെ ആ ഷേപ്പിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല, ചാരം മാത്രം കയറിന്റെ ഷേപ്പിൽ ഇങ്ങനെ അവിടെ ഇരുന്നു. ഇസേ വഹ് സിൽ സമേത് ലോൻ പൊകാർ കെ പാസ് ലേ ഗൈ. അവൾ ആ കയർ അനക്കാതെ, അല്ലെ, ആ തടിയുടെ ആ ഒരു പീസിന്റെ പുറത്ത് വെച്ചാണ് കത്തിച്ചത്, ആ തടിയുടെ പീസോട് കൂടി ഇത് ഉയർത്തി ലോൻ പൊകാറിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ഉസേ പെഹനനെ കെ ലിയെ കഹ. ഇനി ഇത് അണിയൂ, താങ്കൾ ഇത് അണിയൂ എന്ന് ആ പെൺകുട്ടി പറയുന്നു. ലോൻ പകാർ രസി ദേഖ് കർ ചകിത് രഹുകയ. ചകിതനായി, അല്ലെ, ആശ്ചര്യചകിതനായി. ഈ കയർ ഇങ്ങനെ ചാരം കൊണ്ടുള്ള കയർ കണ്ടപ്പോൾ ലോൻ പകാർ ചകിതനായി. വേ ജാൻതേ തേ കി രാഖ് കി രസി കോ ഗലെ മേ പെഹനനാ തോ ദൂർ ഉഠാനാ ഭീ മുഷ്കിൽ ഹൈ.
കഴുത്തിൽ അണിയുന്നത് പോയിട്ട് അതൊന്ന് ഉയർത്താൻ പോലും കഴിയില്ല. കാരണം അതിൽ തൊട്ടാൽ തന്നെ അത് പൊടിഞ്ഞ് ചാരമാവും. ഹാത്ത് ലഗാത്തെ ഹി വഹ് ടൂട്ട് ജായേഗി, കൈ വെച്ചാൽ തന്നെ അത് പൊട്ടിപ്പോകും. ലഡ്കി കി സമജ്ദാരി കെ സാമനെ ഉനക്കി അപ്നി ചാലാക്കി ധരി രഹ് ഗയി. അപ്പൊ പെൺകുട്ടിയുടെ ആ ബുദ്ധി അത് കണ്ടപ്പോൾ ലോൺ പൊഗാറിന് വളരെയധികം സന്തോഷമായി. അതിന്റെ മുന്നിൽ ലോൺ പൊഗാർ തോൽവി സമ്മതിക്കുന്നു. बिना वक्त गवाए लोन पुकार ने अपने बेटे की शादी का प्रस्ताव लड़की के सामने रख दिया. ഒട്ടും സമയം കളഞ്ഞില്ല. തന്റെ മകന് പറ്റിയ ഒരു പങ്കാളി തന്നെയാണ് ഈ പെൺകുട്ടി എന്ന് ലോൺ പൊഗാർ തിരിച്ചറിയുന്നു, അല്ലെ? വളരെ എന്താണ് പാവമായിട്ടുള്ള തന്റെ മകന് ഇങ്ങനെ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൂട്ടുവേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ലോൺ പൊഗാർ തന്റെ മകന്റെ ആലോചന ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് വെക്കുന്നു. എന്നിട്ടോ ധൂംധാം സെ ഉൻ ദോനോം കി ഷാദി ഹോ ഗയി. വളരെ എന്താണ് വളരെ ഉത്സവപരമായിട്ട് അവർ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു. ആ ചിത്രത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പെൺകുട്ടിയെ തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെയാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിന്റെ ഇത് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് കഥ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന്റെ അകത്തെ പ്രമുഖ കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് ലോൺ പൊഗാർ, രണ്ട് ലോൺ പൊഗാർ ക ബേട്ട, പിന്നെ ഏക് ലഡ്കി മൂന്നാമത്തെ കഥാപാത്രമാണ് ഏക് ലഡ്കി, പ്രമുഖ പാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയുടെ സമ്മറി ഇഷ്ടമായി എന്ന് കരുതുന്നു.